ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിക്കുക എന്ന പ്രയോഗം സലിംകുമാറിന്റെ സംഭാവനയാണ് മലയാളത്തിൽ. പിന്നീട് അതൊരു യൂഷ്വൽ ടോക്കായി മാറി. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഒരു ചെറിയ വട കൊടുത്ത് ഒരു വലിയ വട നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു തവണ കൊണ്ട് തീരുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം മലയാളത്തിൽ അറിയപ്പെടുന്ന വ്ളോഗറായിട്ടുള്ള, അധ്യാപകനായിട്ടുള്ള, സിനിമ ക്രിറ്റിക് ആയിട്ടുള്ള, സെലിബ്രിറ്റി ആയിട്ടുള്ള അശ്വന്ത് കോക്കിനെതിരായി ഒരു ആരോപണം ഉന്നയിക്കുന്നു. മാധവ് സുരേഷ് അഭിനയിച്ച ഏതോ ഒരു മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായി, അതായത് സിനിമയ്ക്കെതിരായി റിവ്യൂ ഇടാതിരിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ അശ്വന്ത് ഗോക്കിന് വേണ്ടി ആരോ ഒരാൾ ആവശ്യപ്പെട്ടു എന്നൊരു ആരോപണം ന്യൂസ് 18 ചാനലിൽ മാധവ് സുരേഷ് പറയുകയുണ്ടായി. ആരോപണം ഉന്നയിച്ചത് മാത്രമേ മാധവ് സുരേഷിന് ഓർമ്മയുള്ളൂ. പിന്നീട് ഏകദേശം ഇതിനോടകം തന്നെ 15 ലക്ഷം ആൾക്കാർ കണ്ട അശ്വന്ത് ഗോക്കിന്റെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇവിടെ മാധവ് സുരേഷ് യഥാർത്ഥത്തിൽ കാർഡടച്ച് വെടിവെക്കുകയാണ് ചെയ്തത്. സാമാന്യം വലിയ രീതിയിൽ പൊട്ടിയൊരു മൂവിയാണ്. അത് ഏകദേശം ജനങ്ങളെല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മാധവ് സുരേഷ് ഇങ്ങനൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നത്. എന്തായാലും ഒരു വ്യക്തിക്കെതിരായി ഒരു ആരോപണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ പൊതു മാധ്യമങ്ങൾ വഴിയോ ഉന്നയിക്കുമ്പോൾ അതിനെതിരായ കൃത്യമായ തെളിവ്, ആ വ്യക്തിക്കെതിരായ തെളിവ് ആരോപണം ഉന്നയിക്കുന്ന ആളുടെ കൈവശം ഉണ്ടാകണം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 356 പ്രകാരം ഇങ്ങനെ അപകീർത്തികരമായിട്ടുള്ള പരാമർശം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഉന്നയിക്കുമ്പോൾ അതിനെതിരായി നിയമ നടപടി സ്വീകരിക്കാൻ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 356 പ്രകാരം നിയമമുണ്ട്. ഇത് പ്രകാരം ഡിഫമേഷൻ തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഏകദേശം 2 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 499, 500 എന്നീ വകുപ്പുകളായിരുന്നു ഡിഫമേഷൻ സംബന്ധിച്ച് പരാമർശപ്പെട്ടിരുന്നത്. എന്തായാലും അശ്വന്ത് ഗോക്ക് കൂടുതൽ സെലിബ്രിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അശ്വന്ത് ഗോക്കിനെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. അദ്ദേഹം ഈസ്റ്റ് ഹിൽ സ്കൂളിലെ അധ്യാപകനാണ്, ഇംഗ്ലീഷ് അധ്യാപകനാണ്. മാത്രമല്ല മലയാളത്തിലും ഇംഗ്ലീഷിലും കന്നഡയിലും എല്ലാം സിനിമ റിവ്യൂ ബ്ലോഗറായിട്ടാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്കെതിരായി ആരോപണം ഉന്നയിക്കുമ്പോൾ മാധവ് സുരേഷിനെ പോലുള്ള വളർന്നു വരുന്ന സിനിമാ താരങ്ങൾ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങാതിരിക്കുന്നതായിരിക്കും ഉചിതം.